എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലു ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തമിഴ്നാട്ടിലെ കൊല്ലങ്കോട് ദേവീക്ഷേത്രവും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിമയുള്ള ചെങ്കൽ ശിവക്ഷേത്രവും സന്ദർശിക്കാനാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങളങ്ങനെ കല്ലറ നിന്നും 2.25 മണിക്കൂർ യാത്ര ചെയ്തു. ഏകദേശം ഒരു 67 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലെ കൊല്ലങ്കോട് ദേവി ക്ഷേത്ര സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറി പ്രാർത്ഥിച്ച് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി കൂതാമൂരി പാട്ടും പാടി വായോ ഈ വഴി. ഈ പാട്ട് കേട്ടിട്ടില്ലാത്ത മലയാളികൾ ചുരുക്കമാണ്. ഈ പാട്ട് ഞാൻ ആദ്യം കേൾക്കുമ്പോൾ കരുതിയിരുന്നത് പാലക്കാട് കൊല്ലങ്കോട് ദേവീക്ഷേത്രത്തിനെ കുറിച്ചാണ് പാടുന്നതെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് തമിഴ്നാട്ടിലെ ഈ ഭദ്രകാളി ദേവീക്ഷേത്രത്തിനെ പറ്റിയാണ് പാടുന്നതെന്നുള്ളത്. ഇത് നേരത്തെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് അത് തമിഴ്നാടിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. ഈ ക്ഷേത്രത്തിൻ്റെ 4 വശത്തായിട്ടും ഇതുപോലെ പ്രവേശന കവാടങ്ങളുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. രാവിലെയുള്ള ആരാധന സമയത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. ഇവിടെ നല്ല തിരക്ക് കണ്ടുകൊണ്ട് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഇന്ന് ദേവിയുടെ നാളായ ഭരണി നാളാണ്. അപ്പോൾ ഇന്ന് വിശേഷാൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്നാണ് അറിഞ്ഞത്. നമുക്കിനി ക്ഷേത്രത്തിനകത്തേക്ക് കയറി അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ പലരോടായി ചോദിച്ചപ്പോഴത്തേക്ക് ഓരോരുത്തരും ഓരോരോ ചരിത്രങ്ങളാണ് പറയുന്നത്. അതിലൊരെണ്ണം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മുതൽ കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപ്പട്ടണം വരെയുള്ള കടലോര പ്രദേശം കലിംഗരാജപുരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കലിംഗ യുദ്ധത്തിൽ പരാജയപ്പെട്ടിരുന്ന ചിലർ അഭയം തേടി ഇവിടെ വന്നു ചേർന്നു. അന്ന് ഇവിടുത്തെ മഹാരാജാവ് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഈ പ്രദേശത്ത് അനുവദിച്ചു നൽകി. അതിനുശേഷം ഈ പ്രദേശം കലിംഗരാജപുരം എന്നറിയപ്പെടാൻ തുടങ്ങി. ഇവർ തങ്ങളുടെ കുലദൈവമായ ഭദ്രകാളിയെ ആരാധിച്ചിരുന്നു അത്രേ. പിന്നീട് ഈ പ്രദേശത്തുണ്ടായ ശക്തമായ കടൽക്ഷോഭം കാരണം ഈ പ്രദേശം മുഴുവൻ മണ്ണിനടിയിൽ അകപ്പെട്ടു. കൊല്ലങ്കോടിന് അടുത്ത ഒരു സ്ഥലം ഇപ്പോഴും കലിംഗരാജപുരം എന്നറിയപ്പെടുന്നു. അവരുടെ കുലദൈവമായിരുന്ന കാളീദേവിയാണ് ഇന്നത്തെ കൊല്ലങ്കോട് ദേവി എന്നാണ് പറയപ്പെടുന്നത്. ഇനി നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും ചരിത്രമുണ്ടെങ്കിൽ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ പ്രത്യേക പൊങ്കാലപ്പുരയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാനങ്ങനെ ക്ഷേത്രത്തിനകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇനിയൊന്ന് പ്രദക്ഷിണം വെച്ച് വരാം. പണ്ട് ആചാര്യന്മാർ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഓരോ നാളുകാർക്കും ഓരോരോ വൃക്ഷങ്ങൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലും കാണുന്നുണ്ട്, നക്ഷത്രവനം എന്ന പേരിൽ. ഞാനിവിടെ ഒരു ചേട്ടനോട് കൊല്ലങ്കോട് ദേവിയുടെ തൂക്ക മഹോത്സവത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് തൂക്കം നടക്കുന്ന ക്ഷേത്രം ഇതല്ല, ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ദേവിയുടെ മറ്റൊരു ക്ഷേത്രമുണ്ട്, അവിടെയാണ് തൂക്ക മഹോത്സവം നടക്കുന്നതെന്ന് പറഞ്ഞു. മീനത്തിലെ ഭരണി നാളിൽ നടക്കുന്ന ദേവിയുടെ തൂക്ക മഹോത്സവം തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ്. ഇത് 10 ദിവസമാണ് കൊണ്ടാടുന്നത്. ഇവിടെ കുറേ വിശ്വാസികളൊക്കെ ഒരു തട്ടത്തിൽ കുറേ പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇത് ഈ ക്ഷേത്രത്തിലെ ആചാരമാണ്, തട്ടം പ്രദക്ഷിണം. എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇനി 2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ദേവിയുടെ തൂക്കം നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് പോകണം. ഇവിടെ ഒരു സ്റ്റോറൊക്കെ ഉണ്ട്, അത്യാവശ്യം പൂജാ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ഇവിടെ അത്യാവശ്യം വാഹന പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് കേരളമായിട്ട് തൊട്ടടുത്ത് ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. മേടൈ വിളാകം എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വഴിയിൽ ഒരു ക്ഷേത്രം കണ്ടപ്പോഴത്തേക്ക് അതാണെന്ന് കരുതി അവിടെ കയറി. അപ്പോൾ അത് ശിവക്ഷേത്രമാണ്. ഇവിടെ ഇപ്പം നടയൊക്കെ അടച്ചു. ഒടുവിൽ നമ്മൾ കൊല്ലങ്കോട് തൂക്കം നടക്കുന്ന ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഗൂഗിൾ മാപ്പ് ചതിച്ചു. സ്വല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ അധികം ഓടി. എന്തായാലും കറക്റ്റ് സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിവിശാലമായിട്ടുള്ളൊരു ക്ഷേത്രപ്പറമ്പ് കേട്ടോ. കാണുന്നതാണ് ക്ഷേത്രം. ഇവിടെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ ധാരാളം പേരാൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് തന്നെ ഒരു പ്രത്യേക സുഖം. ഇവിടെ ഈ ആലുകൾ ഉള്ളതുകൊണ്ടാവും ഇതിനകത്ത് ധാരാളം പക്ഷികളുണ്ട് കേട്ടോ. അവരുടെ വിളി കേൾക്കുന്നുണ്ട് നിങ്ങൾ. ഇതാണ് കൊല്ലങ്കോട് ദേവിയുടെ തൂക്കം നടക്കുന്ന സ്ഥലം. അവിടെ നിന്ന് തൂക്ക സമയമാകുമ്പോഴത്തേക്ക് അനുഗ്രഹിച്ച് ഇങ്ങോട്ട് വരും. തമ്പി എங்கே നിന്ന് വരുത്? ഓ ഉണ്ടെടുത്താ
ഇവിടെയായിട്ടൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം നമുക്ക്. കണ്ടിട്ട് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. മീനഭരണി തൂക്ക ഉത്സവം 10 ദിവസം. അതിന് 10 ദിവസത്തിന് മുമ്പ് കൊടിയേറും. മീനഭരണി വരെ അന്ന് തൂക്ക ഉത്സവം. അത് കഴിഞ്ഞിട്ട് വേറെ വിശേഷ ദിവസം ചിറപ്പ്, മാർഷിക ചിറപ്പ്. അത് ഒരു വർഷം ഇവിടെ 41 ഇവിടെ ആണെങ്കിൽ പിറ്റേ വർഷം ഒരു വർഷം 41 അവിടെയാണ്. ഇനി കഴിഞ്ഞ വർഷം ഇവിടെ നടന്നു, ഈ വർഷം അവിടെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് തൂക്കത്തിനേ വരുള്ളൂ. ഈ തൂക്കത്തിനേ വരുള്ളൂ. എല്ലാ വർഷവും തൂക്കം ഇവിടെയാണ്. തൂക്കം എല്ലാ വർഷവും ഇവിടെ തന്നെ നടക്കുള്ളൂ. അതിന് 10 ദിവസത്തിന് മുമ്പ് ദേവി ഇവിടെ വരും. ഇവിടെ വന്ന് ആ ഉത്സവം എല്ലാം കഴിഞ്ഞ് 10ന്റെ മീനഭരണി 1-ാമത്തെ ദിവസത്തിൽ തൂക്കം നടക്കും. ദേവി പിറ്റേ ദിവസം അങ്ങ് വീണ്ടും അങ്ങ് പോകും. അത് ചിറപ്പിലേക്ക് തന്നെ ഒന്നട വിട്ട് 41 ഇവിടെ വരും. ഒരു വർഷം ഇവിടെ ആണെങ്കിൽ ഒരു വർഷം അവിടെ ആയിരിക്കും. ഇവിടെ ഓരോ വർഷം എത്ര ഈ തൂക്കം കാണും? തൂക്കം അത് ചില അമ്മമാരും അച്ഛന്മാരും ഉള്ള ചിലപ്പോൾ കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന അപ്പം എന്തെങ്കിലും ദേവിക്ക് നമ്മളൊരു നേർച്ച നടത്തി തരാം, കുഞ്ഞ് കിട്ടണമെന്നില്ല പ്രാർത്ഥിച്ച് അവിടെ വന്ന് പറഞ്ഞ് പോറ്റിയെടുത്ത് പോറ്റി പറയാം ഒരു നിങ്ങളൊരു കരിക്ക് കൊണ്ടുവരണം. കരിക്ക് ഒരു 7 ദിവസം കൊണ്ടുവന്നാൽ 2 കരിക്ക് 7 ദിവസം കൊണ്ടുവന്നാൽ പിടിച്ച് ദേവിയോടെ പ്രാർത്ഥിച്ച് പെയ്യാൽ മതി. കൊച്ചു തൂക്കം നടത്തി കൊടുത്താൽ മതി എന്നല്ലേ അങ്ങനെ പോറ്റി പറയും. അപ്പോൾ ഈ ചേട്ടന് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത്, ഇവിടുത്തെ തൂക്കത്തെ പറ്റിയും മറ്റു വിശ്വാസങ്ങളെ പറ്റിയൊക്കെ. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ വിശാലമായിട്ടുള്ള അന്നദാനപുരയും അതുപോലെ കല്യാണ മണ്ഡപ ഓഡിറ്റോറിയം ഒക്കെ ഈ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തുണ്ട്. ഞങ്ങളങ്ങനെ കൊല്ലങ്കോട്ട് നിന്നും ചെങ്കൽ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇനി അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല, ക്ഷേത്രത്തിനകത്തേക്ക് പോവാം. അപ്പോൾ ഈ നടപ്പന്തലൊക്കെ ഈ അടുത്ത കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയുന്നു. എന്തായാലും കൊള്ളാം, മാർബിളൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളെ ക്ഷേത്രത്തിനകത്തേക്ക് വരവേൽക്കുന്ന രീതിയിൽ 2 ആനകളുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു നന്ദികേശൻ്റെ പ്രതിമ കൂടിയുണ്ട് കേട്ടോ ഇവിടെ. ക്ഷേത്രത്തിൻ്റെ വഴിപാട് വിവരങ്ങളുടെ വലിയൊരു ഫ്ലക്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് അകത്ത് കയറിയപ്പോഴത്തേക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഗ്രൗണ്ടും അതുപോലെ തന്നെ സ്റ്റേജും ഒക്കെ കണ്ടില്ലേ. ഇവിടെയാണ് രസീത് വഴിപാടും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഞാനങ്ങനെ ക്ഷേത്രത്തിനകത്ത് കയറി കാഴ്ചകളൊക്കെ കണ്ടു. കാണേണ്ടത് തന്നെയാണ്. കാഴ്ചയിൽ നിന്നും എനിക്ക് മനസ്സിലായത് കോടികൾ മുടക്കിയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അവിടെ ഷൂട്ടിംഗ് അലൗഡല്ല. അതുകൊണ്ട് ആ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. കഴിയുമെങ്കിൽ വന്ന് തന്നെ കാണുക. ഞങ്ങൾ വന്നത് ഉച്ച സമയമായിരുന്നു, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലോട്ടൊക്കെ പോയി കാണാം. ക്ഷേത്രത്തിൻ്റെ ചുമരൊക്കെ പാറയിൽ പണിതീർത്തതുപോലെയാണ് കാണാൻ കഴിയുന്നത്. ഇനി പാറയാണോ അതേ കോൺക്രീറ്റിൽ പാറ പോലെ ആക്കിയെടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല. ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമായ ശിവലിംഗ പ്രതിമയാണ് ഈ കാണുന്നത്. ഇവിടെ മറ്റു ഉപദേവതാ ക്ഷേത്രങ്ങളാണ്. ഇവിടെ ഒരു മണ്ഡപമൊക്കെ പണിത് അതിന് നടുവിലായിട്ട് ഒറ്റക്കല്ലിലൊരു ഗ്ലോബിൻ്റെ ശില്പമൊക്കെ പണിതിട്ടുണ്ട്. അതും കൊള്ളാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് നല്ലൊരു ഗാർഡൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെടികളൊക്കെ അങ്ങനെ പൂത്തുലഞ്ഞ് കാറ്റിൽ ചാഞ്ചാടുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോഴേ നമുക്കിനി ഈ ഗാർഡൻ നടുവിലൂടെ അങ്ങോട്ടേക്കൊക്കെ പോയി നോക്കാം എന്തെല്ലാം കാഴ്ചകളുണ്ടെന്നുള്ളത്. മഹാദേവൻ്റെ തൃശ്ശൂലത്തിലെ ഉടുക്കിൻ്റെ പ്രതിമയൊക്കെ ഇവിടെ നല്ല രീതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു വീട് കാണുന്നുണ്ട്. അവിടെ കുറേ പേരൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ദേ ഈ കാണുന്ന പ്രതിമയ്ക്ക് അകത്തേക്ക് കയറാനായിട്ടുള്ള എൻട്രിയൊക്കെയാണ് ഈ ഓടിട്ട കെട്ടിടത്തിൻ്റെ താഴെ. ഇതിനകത്ത് ടെക്സ്റ്റൈൽസൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന തരം തുണിത്തരങ്ങളാണ്. ഇവിടെ ഈ ശിവലിംഗത്തിനകത്തേക്ക് കയറാനുള്ള എൻട്രി ഇവിടെയാണ്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിനെ പറ്റി അറിയാവുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് 7 നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം. ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യവുമുണ്ട്.
കൂടാതെ 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ, ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെ കാണാം. ഇവയെല്ലാം 2011 2021 ഇടയിൽ പണിയെഴുപ്പിക്കപ്പെട്ടവയാണ്. ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കൂടാതെ നവരാത്രി, വിനായക ചതുർത്ഥി, തൈപ്പൂയം, മണ്ഡലകാലം, വിഷു തുടങ്ങിയവയും പ്രധാന ആഘോഷങ്ങളാണ്. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. അതുപോലെ തന്നെ ശിവന് പ്രതിഷ്ഠയുള്ള ഏതാനും ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്ഷേത്ര കാഴ്ചകളും വിശേഷങ്ങളും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗൗരീശങ്കരം എന്ന് പറയുന്ന നല്ലൊരു വെജിറ്റബിൾ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക്